നിർമ്മാണത്തിൽ ചില പ്രത്യേക സവിശേഷതകളുള്ള ഒരു പള്ളിയാണ് ഉഡുപ്പിയിലെ വിസ്തൃതമായ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് ബാസൽ മിഷൻ ജൂബിലി ചർച്ച്. 1854 ഇത് സ്ഥാപിതമായത്. പള്ളിയുടെ മുൻ പ്രവേശന ഭാഗത്ത് ഇരുവശങ്ങളിലുമായി 2 ഗോപുരങ്ങൾ ഒരു പ്രത്യേകതയാണ്. ഓരോ ഗോപുരത്തിനും ഓരോ മണിയുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. ഓരോ മണിയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ബന്ധിച്ചിട്ടുമുണ്ട്. ആയതിനാൽ 2 മണികളും ഒരേ സമയത്ത് പ്രവർത്തിപ്പാൻ സാധിക്കും. 2 മണികൾ ഒരേ സമയത്ത് അടിക്കുന്നതിനാൽ അടുത്തു നിൽക്കുന്നവർക്ക് കാതുപൊട്ടുന്ന ധ്വനിയുമായിരിക്കും. പള്ളിയുടെ ഉള്ളിൽ 3 ബാൽക്കണികളുണ്ട്. കയറി ചെല്ലുന്ന ഭാഗത്ത് മുകളിലായും മുൻഭാഗത്ത് ഓരോ വിങ്ങിനും. മറ്റൊരു പള്ളിയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത ഇതിൻ്റെ പുൽപിറ്റ് മധുബഹായ്ക്കുള്ളിൽ നല്ല ഉയരത്തിലാണ് എന്നുള്ളതാണ്. സ്തോത്രകാഴ്ചപ്പണം എണ്ണുന്നത് മധുബഹയിൽ വെച്ചാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി സമൂഹമായിരുന്നു ബാസൽ മിഷൻ. ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ സ്വിറ്റ്സർലൻഡിലെ ബാസൽ നഗരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിൽ ബാസലിൽ നിന്നുള്ള കാൽവനിസ്റ്റുകളും ജർമ്മനിയിലെ വുൾട്ടൻബർഗിൽ നിന്നുള്ള ലൂതറൻസും നെപ്പോളിയൻ ബാസൽ നഗരം ഒഴിവാക്കിയാൽ ഒരു സെമിനാരി സ്ഥാപിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അതിൻ്റെ ഫലമായിരുന്നു ബാസൽ മിഷൻ. 1815 ജർമ്മൻ മിഷണറി സൊസൈറ്റി എന്ന പേരിൽ ഈ മിഷൻ സ്ഥാപിതമായി. പിന്നീട് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി എന്നും ഒടുവിൽ ബാസൽ മിഷൻ എന്നും പേരുകൾ മാറ്റപ്പെട്ടു. മിഷൻ്റെ ആദ്യ മിഷണറിമാർ 1834 കോഴിക്കോട്ടെത്തി. വിദ്യാഭ്യാസം, അച്ചടി, വൈദ്യം, കുടിൽ വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലകളിലേക്ക് മിഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ടൈൽ നിർമ്മാണ ഫാക്ടറി ഉൾപ്പെടെയുള്ള സംരംഭങ്ങളും മിഷൻ സ്ഥാപിച്ചു. 1947 ബാസൽ മിഷൻ CSIയുമായി യോജിച്ചു. ഏറ്റവും അവസാനം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഉഡുപ്പിയിലെ ഈ പള്ളിയുടെ മണിയടി ശബ്ദമാണ്.